afternoon. Good afternoon. Okay, കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? അപ്പൊ നമ്മുടെ ഇവിടെ വരെ അടുത്ത് നിർത്തിയത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മള് പുതിയ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. എന്താണ് നെക്സ്റ്റ് ഭാഗത്തേക്ക് ഒബ്ജക്റ്റീവ്സും പറഞ്ഞു തരുന്നു അല്ലേ? Chapter 5 മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയീസ് റിലേഷൻസ്, അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങള്. എന്താണ് അവിടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് ഇവരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? ശരിയല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പ്രിൻസിപ്പിൾസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് അവിടെ നമ്മൾ കണ്ടു. ആ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സാലറിക്ക് അപ്പുറം എന്തെങ്കിലും കോമ്പൻസേഷനുകൾ അല്ലെ എന്തെങ്കിലും അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളെയാണ്, ആ ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എംപ്ലോയി ബെനിഫിറ്റ്സ് എന്നുള്ളത് പറഞ്ഞു. അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണ്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ, എംപ്ലോയീസിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ വർദ്ധിപ്പിക്കാൻ അനുസൃതമായിട്ടുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് ആണൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കി, തൊഴിലാളികളെ നിലനിർത്തിക്കൊണ്ട് പോവാൻ, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ, അല്ലെങ്കിൽ ആ ഫേമിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവാൻ അല്ലെ. അവിടെ പ്രത്യേകമായിട്ട് നമുക്കറിയാം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. കാരണം അതിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ളത് അവര് അല്ലെ നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സ്ഥാപനമൊക്കെയാണ് എങ്കിൽ അവിടെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിരിക്കും ഏതൊരു തൊഴിലാളിയും ആഗ്രഹിക്കുന്നത്. സോ അതിൽ നിന്ന് വിട്ടുപോകാനൊക്കെ ആയിട്ടുള്ള സാധ്യത കുറവായത് കൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് വീണ്ടും റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അല്ലെ ഒരു കോസ്റ്റ് ആ ഒരു എന്താണ് തൊഴിലുടമകൾക്ക് അല്ലെ ഉണ്ടാകേണ്ടി വരുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. എന്താണ് ഈ എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ ഇതായിട്ടുള്ള തത്വങ്ങൾ, തത്വാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ്സ് ഷുഡ് ബി ബേസ്ഡ് ഫോളോയിങ് പ്രിൻസിപ്പിൾസ്. എന്താണ് അതില് പ്രധാനമായിട്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബെനിഫിറ്റ്സിന്റെ കാര്യം നമ്മൾ എടുത്തു പറയുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണ്? ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ്. അതിന്റെ തത്വങ്ങൾ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി ട്രൂലി ബെനിഫിഷ്യൽ ടു ദ എംപ്ലോയീസ്. അല്ലെ, അവിടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ടായിരിക്കണം ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ലഭ്യമാകേണ്ടത്. എംപ്ലോയി ഡു നോട്ട് അപ്രിസിയേറ്റ് സൂപ്പർഫിഷ്യൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അവരൊട്ടും എന്താണ് അത് ഓക്കെ നല്ലൊരു അഡീഷണൽ ആയിട്ട് സാലറിക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് അത് ഹാപ്പി ആയിരിക്കും അല്ലെ. അവര് എന്താ പറയുക, ഓക്കെ നന്നായിട്ട് തന്നെ അവര് തൊഴിലുടമയോട് നല്ലൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്.
സോ മസ്റ്റായിട്ട് മനസ്സിലാക്കുക എന്താണ് അവിടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ എംപ്ലോയിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെനഫിഷ്യൽ പാക്കേജുകളാണ്. അതല്ലാതെ മറ്റൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു ബെനഫിഷ്യൽ പാക്കേജുകളാവാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി truly beneficial to the employees. The employees do not have received superficial fringe benefits. Then we know second point പറയുമ്പോൾ fringe benefits must be provided out of a senior's concern for the welfare of employees. Okay, തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അവർക്ക് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അല്ലെ അവര് എംപ്ലോയീസ് തൊഴിലാളികൾ അവരുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവരോടുള്ള ഒരു ആത്മാർത്ഥതയുടെ ബേസിലാണ് അവർക്ക് ഇത്തരത്തിലുള്ള വെൽഫെയർ ആയിട്ടുള്ള അല്ലെ ക്ഷേമ പ്രവർത്തനങ്ങൾ ലഭ്യമാക്കേണ്ടത്. ദ മാനേജ്മെന്റ് ഷുഡ് നോട്ട് എക്സ്പീരിയൻസ് എനി പ്രഷർ nor should they adopt a sense of superiority because of their position as a donors. ഓക്കെ, നമുക്കറിയാം ചില ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമായി കഴിഞ്ഞിട്ട് അവര് വലിയൊരു അഹംഭാവത്തോട് കൂടിയിട്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന ഒരു നിലപാടുണ്ടാവരുത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അതായത് അവര് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് അല്ലെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കണം. അതല്ലാതെ ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അഡീഷണൽ ആയിട്ട് നൽകി എന്നുള്ള ബേസിൽ ഒരു അല്ലെ ഒരു ഡോണേഴ്സ് ആണെന്നുള്ള ഒരു പൊസിഷനിൽ അവരൊരു സുപ്പീരിയോറിറ്റി അല്ലെ അവരുടെ മേൽ ആധിപത്യം അല്ലെങ്കിൽ അഹംഭാവം ഒന്ന് വെച്ച് പുലർത്താനായിട്ട് പാടില്ല. ജസ്റ്റ് എന്താണ് അവർക്ക് ഒരു ആത്മാർത്ഥതയുള്ളത് കൊണ്ട് തൊഴിലാളികളോട് കുറച്ച് ആത്മാർത്ഥതയുള്ളത് കൊണ്ട് അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് ആണ് ലഭ്യമാകേണ്ടത്. മറ്റൊരു പ്രിൻസിപ്പൾ പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് ഫ്രിഞ്ച് കൺസേൺ ഫോർ ദ വെൽഫെയർ ഓഫ് എംപ്ലോയി. The management should not experience any pressure. അവരില് ഒരു സമ്മർദ്ദമൊന്നും ചെലുത്താൻ പാടില്ല അല്ലെ. കുറച്ച് അഡീഷണൽ ആയിട്ട് സാലറി കൊടുത്തു കൂട്ടി തന്നു അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു അല്ലെ പ്രശ്നമൊന്നും അവര് അടിച്ചേൽപ്പിക്കാനൊന്നും പാടില്ല. ജസ്റ്റ് എന്താണ് അവരോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് കൊടുക്കുന്ന ഒരു രീതിയായിരിക്കണം സ്വീകാര്യമായിരിക്കേണ്ടത്. ഓക്കെ അല്ലേ? രണ്ട് പോയിന്റ്സ് ഓക്കെയാണോ? ഫസ്റ്റ് വൺ പറയുന്നത് എംപ്ലോയിയുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കണം ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകേണ്ടത്. സെക്കൻഡ് വൺ എന്താണ് അവരിൽ പ്രഷർ ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല അല്ലെങ്കിൽ ഒരു സുപ്പീരിയോറിറ്റി അല്ലെ സുപ്പീരിയോറിറ്റി എന്നുള്ള ഒരു രീതി മനോഭാവം വെച്ച് പുലർത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? പോയിന്റും ഒക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. എന്താണ് ദ ബെനിഫിറ്റ്സ് ഷുഡ് ബി പ്രൊപ്പോർഷനേറ്റ് ടു ദ കോസ്റ്റ്. ഓക്കെ, കമ്പനി അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ കമ്പനിക്ക് അതിനനുസരിച്ചുള്ള ലാഭമൊന്നും ഇല്ലാതെ കോസ്റ്റ് ഒന്നും നോക്കാതെ അല്ലെ എക്സ്പെൻസ് ഒന്നും നോക്കാതെ അവർക്ക് ഇങ്ങനെ അഡീഷണൽ കുറെ പാക്കേജസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? കുറച്ചാളെയും അടച്ചു കൂട്ടേണ്ടി വരും അല്ലെ. ഇങ്ങനെ എംപ്ലോയിനെ സംതൃപ്തിപ്പെടുത്തി മാത്രം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. എല്ലാ കാര്യങ്ങളും കൂടി അനലൈസ് ചെയ്തിട്ട് എംപ്ലോയിക്ക് അനുയോജ്യമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാതെ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഓരോ ആനുകൂല്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്ത് പോയാൽ നമുക്കറിയാം അവര് നഷ്ടത്തിൽ പോകും. പക്ഷെ അവരെ സംതൃപ്തിപ്പെടുത്തുകയും വേണം. അവർക്ക് കോസ്റ്റിന് അനുസരിച്ചിട്ട് അല്ലെ അവരുടെ എക്സ്പെൻസിന് അനുസരിച്ചിട്ട് അത് നോക്കിയിട്ട് അവർക്ക് ബെനിഫിഷ്യൽ പാക്കേജുകൾ പകർന്നു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ പോയിന്റ് നോക്കുക. ദ ബെനിഫിറ്റ്സ് ഷുഡ് ബി പ്രൊപ്പോർഷനേറ്റ് ടു ദ കോസ്റ്റ്. കോസ്റ്റിനോട് ആനുപാതികമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് അവർക്ക് ലഭ്യമാകേണ്ടത്. Then fourth point, administration of a fringe benefits must be well planned and should be considered by everyone. Okay, fringe benefits കൊടുക്കുക എന്ന് പറയുമ്പോൾ സാലറിക്ക് അപ്പുറം ഓരോ എംപ്ലോയീസിനും ലഭ്യമാകുന്നതാണ്. അപ്പൊ അങ്ങനെ കൊടുക്കാന്ന് വെക്കുമ്പോൾ എല്ലാവർക്കും അല്ലെ തക്ക വിധത്തിലായിരിക്കണം ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കേണ്ടത്. അതായത് കുറച്ചു പേരൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്ന കാറ്റഗറിയിലുള്ള എംപ്ലോയീസിന് മാത്രം അങ്ങനെ ഒരു രീതി ഫോളോ ചെയ്യാനായിട്ട് പാടില്ല. ഏതൊരു സ്ഥാപനമാണോ ആ സ്ഥാപനത്തിന് അല്ലെ ഭൂരിഭാഗം എംപ്ലോയീസിനും ലഭ്യമാക്കത്തക്ക വിധത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. സോ അവിടെ മനസ്സിലാക്കേണ്ടത് മസ്റ്റ് ബി വെൽ പ്ലാൻഡ്, നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. And should be considered by everyone. എല്ലാ എംപ്ലോയീസിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന്
ഉറപ്പുവരുത്തുകയും വേണം. ഓക്കെ അല്ലേ? അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞു അവിടെ ഒരു സീനിയോറിറ്റി ഒന്നും ഫീൽ ചെയ്യാൻ പാടില്ല. തേർഡ് വൺ നമ്മൾ പറഞ്ഞു എന്താണ് കോസ്റ്റിന് ചേർന്ന ആനുപാതികമായിട്ടുള്ള ഒരു രീതിയായിരിക്കണം. ദെൻ ഫോർത്ത് വണ്ണിൽ പറഞ്ഞു എന്താണ് എവരി വണ്ണിനെ കൺസിഡർ ചെയ്യണം. Then fifth point നോക്കാം. Concerns of employees should be respected as far as possible, and the negotiation capacity of the labor union should also be taken into consideration. Okay, നിങ്ങൾക്കറിയാം എന്താണ് അവിടെ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് ബഹുമാനിക്കേണ്ടവരൊക്കെ ബഹുമാനിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അല്ലെ. അവിടെ എന്താണ് മാനേജ്മെന്റ് ചിലപ്പോൾ വേണമെങ്കിൽ തൊഴിലുടമകളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്ന അല്ലെ എല്ലാ എംപ്ലോയീസിനെയും ഒരു എംപ്ലോയിനെ മാറ്റി നിർത്താതെ എല്ലാവർക്കും അനുകൂലമായത് ചിലർക്ക് ചിലപ്പോ ചില അല്ലെ എംപ്ലോയീസ് ബെനിഫിറ്റ്സുകൾ പോസിബിൾ ആവണമെന്നില്ല അല്ലെ. ഇപ്പൊ വീടിനടുത്ത് ഉള്ളവരാണ് അവർക്ക് എന്താണ് ട്രാവലിംഗ് ആയിട്ടുള്ള ഒരു ഭൂരിഭാഗം പേരും അടുത്തുള്ളവരാണ്. ഇപ്പൊ ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പോർഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതെല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആവണമെന്നില്ല. കുറച്ചു പേർക്ക് മാത്രമാണ് അത് ഉപയോഗപ്രദമാകുന്നത്. സോ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ദെൻ മറ്റുള്ളവർക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് തീർച്ചയായിട്ടും അപ്പോൾ ചർച്ചകൾ ഉണ്ടായിരിക്കണം. ബഹുമാനത്തോട് കൂടിയിട്ടും ഒരു ഐക്യകണ്ഠേന ആയിരിക്കണം ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനമെടുത്തുകൊണ്ടുപോകാൻ. കൺസേൺ of employees should be respected as far as possible, and the negotiating capacity of the labor union should also be taken into consideration. അപ്പൊ തീർച്ചയായിട്ടും ലേബർ യൂണിയനുകളായിരിക്കും ഓരോ എംപ്ലോയീസിനും ഇന്ത്യൻ എംപ്ലോയീസിനൊക്കെ ഇത് ആവശ്യമായിട്ട് വേണ്ടി വരുന്നതൊക്കെ അവരുടെ കൺസിഡറേഷൻ പരിഗണിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ പറയുന്നത്. ഇത്തരം ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു ചർച്ചയൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കണം ഇതിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കാൻ. ഇപ്പൊ മോസ്റ്റ് ഓഫ് തമ്മിന്റെ ഇൻട്രസ്റ്റുകൾ അല്ലെ അവര് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫാക്ടറിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ തീരുമാനിക്കാൻ സാധിക്കും. ചിലപ്പോൾ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കാനായിരിക്കും എംപ്ലോയീസിന്റെ ആവശ്യം. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് സാലറി കൂട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ചിട്ടായിരിക്കും ആവശ്യം. ഏത് തരത്തിലുള്ള ആവശ്യമാണെങ്കിലും ചിലപ്പോൾ അവേഴ്സുകളിലെ മാറ്റങ്ങൾ വരുത്താനായിരിക്കും അവരുടെ ആവശ്യം. ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷൻസുകൾ മാറ്റി കൊടുക്കാനായിരിക്കാം. സോ എംപ്ലോയിയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. യൂണിയനെ അല്ലെ അവിടെ യൂണിയൻ നേതാക്കളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരായിരിക്കും എംപ്ലോയിയുടെ ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. സോ എന്താണ് നെഗോഷിയേഷനിൽ ചർച്ചകളിൽ അതെല്ലാം പരിഗണിച്ചിട്ടാണ് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. പോസിബിൾ ആയിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. അപ്പോ ഫിഫ്ത് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. ദെൻ സിക്സ്ത് വണ്ണ് ഓക്കെ അല്ലേ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഫോർത്ത് വണ്ണും നമ്മൾ ഡിസ്കസ് ചെയ്തു, വെൽ പ്ലാൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ദെൻ ഫിഫ്ത് വണ്ണിലെ നെഗോഷിയേഷൻ, ദെൻ അവരുടെ ഓരോരുത്തരുടെയും പരിഗണന അല്ലെ അത് റെസ്പെക്ടോട് കൂടിയിട്ട് പരിഗണിച്ചിട്ട് വേണം തീരുമാനം. Then sixth one, it should be possible to estimate the cost of benefits and adequate finance should be made available. Okay, it should be possible to estimate the cost of benefits and adequate finance should be made available. തീർച്ചയായിട്ടും നമുക്കറിയാം കോസ്റ്റുകൾ എത്രത്തോളം ബെനിഫിഷ്യൽ ഈ ഇന്ന കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിയാൽ അല്ലെ ബെനിഫിഷ്യൽ പാക്കേജ് കൊണ്ട് എത്രത്തോളം ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടുമെന്നോ അത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും അതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കണം അല്ലെ. തീർച്ചയായിട്ടും ഇങ്ങനെ ജസ്റ്റ് മിക്കപ്പോഴും എന്താണ് ആനുകൂല്യങ്ങളൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് പേപ്പർ വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അതിനപ്പുറം നമുക്ക് ചിലപ്പോൾ ലഭ്യമാകണമെന്നില്ല. സോ അതിനനുസരിച്ചിട്ടുള്ള മതിയായ ഫിനാൻസും എന്താണ് അവിടെ അവൈലബിൾ ആക്കണം. ആ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് ലഭ്യമാകുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസും ഷുഡ് മെയ്ഡ് അവൈലബിൾ അവിടെ ഉണ്ടാക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് എന്താണ് പ്രിൻസിപ്പൾ മനസ്സിലാക്കേണ്ടത് വെറുതെ വാക്കാല് അല്ലെങ്കിൽ ജസ്റ്റ് നെഗോഷിയേഷനിലെ ചർച്ചയിൽ മാത്രം അവതരിപ്പിച്ചാൽ പോരാ, അതിനനുസരിച്ചിട്ടുള്ള ആഡിക്വേറ്റ് സൊല്യൂഷനും കൂടി അവിടെ കണ്ടെത്തേണ്ടതാണ്. നെക്സ്റ്റ് എന്താണ്, ദ ബെനിഫിറ്റ് മസ്റ്റ് ബി broad based as possible, that is it should be applicable to as large a number of employees as possible. ഓക്കെ, നമ്മൾ പറഞ്ഞു അത് വിശാലമായിട്ടുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ അല്ലെ ചിലപ്പോ വ്യത്യസ്ത സ്ലാബുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ടാക്സികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം
വ്യത്യസ്ത സ്ലാബുകളിൽ അല്ലെ ആർക്കാണെങ്കിലും അവരുടെ എംപ്ലോയീസിനും അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ലാബുകൾ തന്നെ എന്ന് പറഞ്ഞ മാതിരി തന്നെ ബെനിഫിഷ്യൽ പാക്കേജുകളും അതിന് അവർക്ക് അനുസരിച്ച് ചൂസ് ചെയ്യാവുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. Then it should be applicable to as large a number of employees as possible. ഒരുപാട് എംപ്ലോയീസിന് അതിന്റെ ഗുണം വേണം. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആവുമ്പോൾ ഇൻഡസ്ട്രി ഒക്കെ ആവുമ്പോൾ നമുക്കറിയാം ധാരാളം എംപ്ലോയീസ് അവിടെ ഉണ്ടാവാം. അപ്പൊ ഇന്ന കാറ്റഗറിയിലുള്ള എംപ്ലോയീസിന് കൂടുതൽ അർഹതപ്പെടുന്നത് ഉണ്ടായെങ്കിലും ബാക്കിയുള്ളവർക്കും കുറച്ചെങ്കിലും അർഹതപ്പെടാനായിട്ടുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു തോതിലെങ്കിലും അവർക്കും ആനുകൂല്യം ലഭ്യമാക്കത്തക്ക വിധത്തിലായിരിക്കണം അറേഞ്ച് ചെയ്യാൻ. It should be applicable to as a large number of employees as a person. Then last one, employees should be well informed about using the benefits of to maximum advantage. അതായത് എംപ്ലോയീസിന് മസ്റ്റ് ആയിട്ടും അതിന്റെ ആ ഒരു ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കി കൊടുക്കുമ്പോൾ എന്തുമാത്രമാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഈ ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ലഭ്യമാകുമ്പോൾ മാക്സിമം ഇത് എങ്ങനെയാണ് കൂടുതൽ ഗുണകരമാക്കാൻ പറ്റുക എന്നുള്ള കാര്യം കൂടി അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാം. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, if it is a monetary form, employees should be educated on how to invest wisely or how to use sensibly and to not misuse the money received. അതായത് നമുക്ക് ചിലപ്പോൾ സാലറി ഇച്ചിരി കൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാന്നുള്ളൊരു രീതിയാണ് അല്ലെ കമ്പനി തീരുമാനിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മണി അല്ലെ എന്തെങ്കിലും ഫണ്ട് അവർക്ക് കൊടുക്കുക ലഭ്യമാക്കുക എന്നുള്ള രീതിയൊക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അല്ലെ ഏറ്റവും നല്ല രീതി ഏതാണ് അതാണ് ഇൻവെസ്റ്റ് വൈസ്ലി ഓർ ഹൗ ടു യൂസ് സെൻസിബിൾ. ബുദ്ധിപൂർവമായിട്ട് എങ്ങനെ ഈ ഫണ്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യം കൂടി അവർക്ക് പകർന്നു കൊടുക്കാം. കാര്യം അവിടെ തന്നെ ചിലപ്പോണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് അല്ലെ എന്തെങ്കിലുമൊക്കെ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവരുടെ മണി അല്ലെ അവരുടെ റിട്ടയർമെന്റിന്റെ ടൈമിലൊക്കെ ആകുമ്പോൾ അവർക്ക് ഇരട്ടി രീതിയിൽ കൈപ്പറ്റാവുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ അവരുടെ എന്താണ് നമുക്കറിയാം ലൈഫ് സ്റ്റൈല് അല്ലെ കുറച്ചും കൂടി നല്ല ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് ഈ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ ലൈഫ് ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ആ ഒരു പ്രിൻസിപ്പിളും ഇവിടെ ലാസ്റ്റ് പറയുന്നു. Employees should be well informed about using the benefit to maximum advantage. ആ ബെനിഫിറ്റ് കൊണ്ട് എത്രത്തോളം മാക്സിമം അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടി എംപ്ലോയിക്ക് ഇൻഫോം ചെയ്ത് കൊടുക്കുക. ണോ ജസ്റ്റ് വായിച്ചു നോക്കാം. 8 പ്രിൻസിപ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം. അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എംപ്ലോയി ബെനിഫിറ്റ്സ് ഒക്കെ ലഭ്യമാക്കുന്നതെന്നുള്ളത്. അതായത് എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ഫസ്റ്റ് അത് മനസ്സിലാക്കുക. ജസ്റ്റ് അത് എംപ്ലോയിയുടെ ഒരു ലിവിങ് സ്റ്റേജസ് അല്ലെ ലൈഫ് സ്റ്റൈലൊക്കെ ഇച്ചിരി കൂടി ബെറ്ററാക്കി നേടിയിട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ എംപ്ലോയി ബെനിഫിറ്റ്സ് കൊണ്ട് സാധ്യമാകുന്നത്. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. വെൽഫെയർ ഓഫ് എംപ്ലോയിയുടെ കപ്പാസിറ്റി അത് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. മസ്റ്റ് ബി പ്രൊവൈഡഡ് സിൻസിയർ കൺസേൺ ഫോർ ദ വെൽഫെയർ ഓഫ് എംപ്ലോയി. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും അവിടെ എംപ്ലോയിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ലഭ്യമാകുന്നത്. അവരോടുള്ള ആത്മാർത്ഥതയുടെ ബേസിലാണ് അവർക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകള്? കണ്ടിന്യൂ ചെയ്തോട്ടെ. ശരി, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ടൈപ്സ് ഓഫ് ഫ്രഞ്ച് ബെനിഫിറ്റ്സ്.
അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു, വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ അവർക്ക് ആനുകൂല്യങ്ങളെ ലഭ്യമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ ആനുകൂല്യങ്ങളെ ലഭ്യമാക്കി കൊടുക്കുമ്പോൾ എംപ്ലോയി ഭയങ്കര സിൻസിയർ ആയിട്ട് അല്ലെ ആ കമ്പനിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ പണിയെടുക്കാൻ തുടങ്ങും. അതിനനുസരിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷം ഉള്ളത് കൊണ്ട് തന്നെ അവരെ നന്നായിട്ട് അല്ലെ അവരുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ടും അവര് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് കൊണ്ട് തന്നെ കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ഉണ്ട്. നോക്കാം, പേയ്മെന്റ് ഫോർ ദ ടൈം നോട്ട് വർക്കിൽ, അതായത് വർക്ക് ചെയ്തില്ല എങ്കിലും പേയ്മെന്റ്, അതായത് അങ്ങനെ വരുമ്പോൾ വർക്ക് ചെയ്യാതെ സാലറി കിട്ടും എന്നുള്ളൊരു മനോഭാവമല്ല. അതിന് വ്യത്യസ്ത രീതിയിലുള്ള ടൈമുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഓവർ ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നതനുസരിച്ചിട്ട് അല്ലെ അവിടെ പെയ്ഡ് ഹോളിഡേയ്സ്, ഷിഫ്റ്റ് പ്രീമിയം, ഹോളിഡേ പേ, പെയ്ഡ് വെക്കേഷൻ അല്ലെ അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു ഫ്രീ ടൈമിൽ ഇവര് അല്ലെ വേറെ ചില എംപ്ലോയികളൊക്കെ അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൻ ഒക്കെ അവർക്ക് ലഭ്യമാകും. കാരണം ഇന്ന ടൈമുകളൊക്കെ ഫ്രീ ആണ് എല്ലാ എംപ്ലോയിക്കും. പക്ഷെ കുറച്ചു പേരെങ്കിലും ആ സമയത്ത് റിസ്ക് എടുത്തിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതാണ് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്കഡ്. ഓക്കെ, വീണ്ടും എംപ്ലോയി സെക്യൂരിറ്റി, അതായത് എംപ്ലോയിയുടെ സുരക്ഷാ കാര്യങ്ങള്. ചിലപ്പോ ചില ജോലികളൊക്കെ അല്ലെ ചിലപ്പോ വേണമെങ്കിൽ എന്താണ് ഒരു സീസണബിൾ ആയിട്ടുള്ള ഒരു ജോലിയൊക്കെ ആണെങ്കിൽ വിന്റർ സീസൺ അല്ലെങ്കിൽ റെയിനി സീസണുകളൊക്കെയാണ് അവർക്ക് തൊഴിൽ കിട്ടുന്നുള്ളൂ. അതല്ലാത്ത ടൈമിൽ ചിലപ്പോൾ അവരെ റെസ്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. സോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അവർക്കൊരു ജോലി സുരക്ഷ അല്ലെ ഇനി നെക്സ്റ്റ് ടൈമിൽ നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഈ ടൈമിൽ അത്രയും നമുക്ക് അതനുസരിച്ചിട്ട് അല്ലെ ആ ഒരു ടൈമിൽ നമുക്ക് ജോലി ഇല്ലാത്ത സമയങ്ങളിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുമോ, അത്തരത്തിലുള്ള സെക്യൂരിറ്റി കാര്യങ്ങളാണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനും ലേ ഓഫ് കോമ്പൻസേഷൻ. ഓക്കെ, വീണ്ടും സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻ, അതായത് നമുക്കറിയാം ആരോഗ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി സുരക്ഷാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പ്രൊവിഷനാണ്. വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്, വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നോക്കാം. അതായത് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, ഇതൊക്കെ ഹൗസിംഗ്, ക്യാൻറ്റീൻ, കൺസ്യൂമർ സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റി, എംപ്ലോയി കൗൺസിലിംഗ്, legal assistance, education facilities, transportation facilities, welfare section, then holiday homes, picnics and parties, then miscellaneous. വ്യത്യസ്ത തരത്തിലുള്ള കോമ്പൻസേഷനുകളാണ് എംപ്ലോയി ബെനിഫിഷ്യൽ പാക്കേജുകളാണ് ഇവിടെ പറയുന്നത്. അത് പല രീതിയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ കൂടി വിവരിച്ചൊക്കെ നമ്മൾ താഴേക്ക് പഠിക്കുന്നുണ്ട്. സോ ആ ടൈമിൽ നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്തു. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഫസ്റ്റ്ലി എന്താണ് ടൈപ്പ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് പേയ്മെന്റ് ഓഫ് ടൈം നോട്ട് വർക്കിന്, ദെൻ സെക്യൂരിറ്റി എന്താണ് എംപ്ലോയി സെക്യൂരിറ്റി, ദെൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷന്, ദെൻ വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്, ദെൻ ലാസ്റ്റ് വണ് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. അങ്ങനെ വ്യത്യസ്ത തരത്തില് ഒരു 5 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. ഓൾഡ് ഏജ് എന്ന് പറയുമ്പോഴും നമുക്കറിയാവുന്നതാണ് ആ ടൈമിൽ നമുക്കറിയാം ഫണ്ട് ഒക്കെ ആവശ്യമാണ് അല്ലെ. അപ്പോ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്സ്, പെൻഷൻ ബെനിഫിറ്റ്സ് ഒക്കെ പലതരത്തിലുള്ള ആ ടൈമിൽ നമുക്ക് ജീവിച്ച് പോകേണ്ടതുണ്ട്. പക്ഷെ ആ സമയത്ത് ആരോഗ്യക്കുറവായതുകൊണ്ട് നമുക്ക് തൊഴിൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ നിന്നും കോൺട്രിബ്യൂഷൻ ഒക്കെ പിടിച്ചുകൊണ്ട് അല്ലെ അവിടെ തൊഴിലാളികൾക്കും തൊഴിലുടമകളൊക്കെ എന്താണ് കുറച്ച് കോൺട്രിബ്യൂഷൻ ഒക്കെ കൊടുക്കുന്ന രീതിയിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. അതേമാതിരി തന്നെ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി കുറച്ച് നാളധികം സേവ ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത്, ദെൻ മെഡിക്കൽ ബെനിഫിറ്റ്സ് നമുക്കറിയാം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ, ദെൻ പെൻഷൻ ബെനിഫിറ്റ്സ് അല്ലെ അതേമാതിരി തന്നെ റിട്ടയർമെന്റ് ശേഷമുള്ള പെൻഷൻ ബെനിഫിറ്റ്സും അത്തരത്തില് ഓൾഡ് ഏജ് ആയിട്ടുള്ള റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും എന്താണ് ടൈപ്പ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ എടുത്തു പറയുന്നതാണ്. ഗ്രാഫ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോ ഏതൊക്കെയാണ് വെൽഫെയർ ആൻഡ് റിക്രിയേഷൻ ഫെസിലിറ്റീസ് എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഹൗസിംഗ്, ക്യാൻറ്റീൻസ്, കൺസ്യൂമർ സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റീസ്, എംപ്ലോയി കൗൺസിലിംഗ്, ലീഗൽ അസിസ്റ്റൻസ്, ലീഗൽ അസിസ്റ്റൻസ്, education facilities, transportation facilities,
വെൽഫെയർ സെക്ഷൻസ്, ഹോളിഡേ ഹോംസ്, പിക്നിക് ആൻഡ് പാർട്ടീസ്, then എന്താണ് മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോ ജസ്റ്റ് ആ ഹെഡിങ് ഓർത്തിരിക്കുക. എന്താണ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പേയ്മെന്റ് ഓഫ് ഫോർ ടൈം നോട്ട് വർക്കില്, എംപ്ലോയി സെക്യൂരിറ്റി, സെൽഫ് കെയർ ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻ, വെൽഫെയർ ആൻഡ് റിക്രിയേഷൻ ഫെസിലിറ്റീസ്, ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. ഇനി വീണ്ടും എംപ്ലോയി സെക്യൂരിറ്റി ബെനിഫിറ്റ്സിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട് റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷൻ ആൻഡ് ലൈ ഓഫ് കോമ്പൻസേഷൻ. അതേമാതിരി തന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് വെക്കുകയാണെങ്കിലും എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്, ഡിസ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്സ്, പെൻഷൻ ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പൊ ഓരോന്നും കാറ്റഗറൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിവൈസ് ചെയ്തേക്കുന്നതെന്നും ഈ പിക്ചറിൽ നിന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതെല്ലാം ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ഡയഗ്രാം മനസ്സിലേക്ക് വെക്കാം. ഓക്കെ, ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്. ഓക്കെ അല്ലേ? അതില് എന്താ പറയുന്നത്, ദിസ് കാറ്റഗറി ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് അതിന്റെ അണ്ടർ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഹോളിഡേ പേയ്സ് ഉണ്ട്, പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, ദെൻ വൊക്കേഷൻ അല്ലെ. അവിടെ അത്തരത്തില് എന്താണ് പെയ്ഡ് വൊക്കേഷൻ ആ രീതിയിൽ നാളായിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതില് ഫസ്റ്റ് വൺ നോക്കാം, ഹോളിഡേ പേയ്സ്. എന്താണ് ഹോളിഡേ പേ എന്ന് പറയുന്നത്? വർക്കേഴ്സ് who have worked on a paid holidays are paid double the rate of a normal salary. Okay, സാലറി എന്താണോ സാധാ സാലറി എന്താണോ അത് അത്രയും റേറ്റ് ഒന്നും കൂടി കൂട്ടി കൊടുക്കുക, ഇരട്ടിയായിട്ട് കൊടുക്കുക. ഏത് സമയത്ത് വർക്ക് ചെയ്യാനെങ്കിൽ ഹോളിഡേകളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, വർക്കേഴ്സിന് who have worked on paid holidays, paid holidays വർക്ക് ചെയ്യുകയാണ് എങ്കിൽ വർക്കേഴ്സിന് പെയ്ഡ് ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറി, സാലറിയുടെ ഡബിൾ റേറ്റ് അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഹോളിഡേ പേ എന്താണെന്ന് ക്ലിയർ അല്ലേ? ഇല്ലേ? ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. എന്താണ് ഹോളിഡേ പേ എന്നുള്ളത്? അതായത് വർക്ക് ചെയ്യുന്ന അല്ലെ ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറി. അവര് ഹോളിഡേകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ഡബിൾ റേറ്റ് കൊടുക്കുക, സാധാരണ സാലറിയുടെ ഇരട്ടി സാലറി കൊടുക്കുക. അല്ലെ, നമുക്കറിയാം ആ ദിവസങ്ങളിലൊക്കെയാണ് അല്ലെ സെപ്പറേറ്റ് എല്ലാ ഇതുകളിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. ചില റെയർ കേസുകളിൽ ചില ദിവസങ്ങളിൽ ചില ബാങ്കുകളിലാണ് അത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതനുസരിച്ചിട്ട് ഡബിൾ റേറ്റ് കൊടുക്കുക. സെക്കൻഡ് വണ് പെയ്ഡ് ഹോളിഡേസ്. പെയ്ഡ് ഹോളിഡേസ് എന്ന് പറയുന്നത് ഫാക്ടറീസ് ആക്ട് 1948 specifies that an adult worker shall have a weekly paid holidays. Okay, most probably on Sunday. എന്താണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്? അഡൽട്ട് വർക്കേഴ്സ് എന്താണ് വീക്കിലി പെയ്ഡ് ഹോളിഡേസ്, അവർക്ക് വീക്കിലി എങ്കിലും അവർക്ക് എന്താണ് പെയ്ഡ് ഹോളിഡേസ് കൊടുക്കേണ്ടതാണ്. വർക്കർ ഹു ഈസ് deprived of a weekly holidays is eligible for the number of days equal to the number of holidays is deprived of in the same month. അതായത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ടൈമില് വർക്ക് ചെയ്യുന്നത് ആ സെയിം മന്തിൽ തന്നെ
വീക്ക് പോകും. ചിലപ്പോഴാണെങ്കിൽ നമുക്കറിയാം അകലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എന്താണ് ഒരു ഹോളിഡേയിലൊക്കെ വർക്ക് ചെയ്യും. എന്നിട്ട് ആ സെയിം മന്തിൽ തന്നെ അല്ലെ ലാസ്റ്റ് ടൈമിലൊക്കെ അവർ ലീവ് എടുത്ത് നാട്ടിൽ പോകും അല്ലെ. വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും, പക്ഷെ അവര് ഹോളിഡേ ഒക്കെ ഉള്ള ടൈമിൽ ഇരുന്ന് വർക്ക് ചെയ്തതിന് ശേഷം അവര് എന്താണ് ആ ഗ്യാപ്പ് അല്ലെ അവർക്ക് പോയി വരാനായിട്ടുള്ള സൗകര്യം അനുസരിച്ചിട്ട് ആ ടൈമില് വർക്കൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ല എങ്ങനെ ഉണ്ടാവൂലേ? ഉണ്ടാവില്ലേ? പിന്നെ അവര് വീണ്ടും ഒരു സെന്റൻസ് കൂടെ പറയുന്നുണ്ട്. സം ഓർഗനൈസേഷൻസ് ഗീവ് 2 paid holidays a week അല്ലെ. 2 എന്താണ് ഹോളിഡേയ്സ് അവർക്ക് കിട്ടുന്നുണ്ട്. പേയ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു 2 ദിവസം അവിടെ ലഭ്യമാകുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത്തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ പെയ്ഡ് ഹോളിഡേയ്സ് മനസ്സിലാക്കാം. എന്താണ് ദ ഫാക്ടറീസ് ആക്ട് 1948 സ്പെസിഫിക് ആകാൻ അഡൽട്ട് വർക്കർ ഷാൽ ഹാവ് എ വീക്ക്ലി പെയ്ഡ് ഹോളിഡേ മോസ്റ്റ് പ്രോബബ്ലി ഓൺ സൺഡേ. ആ ആക്ടിന്റെ ഇയർ എന്ന് പറയാം. ഏത് ആക്ട് പ്രകാരമാണ് ഇങ്ങനെ അവർക്ക് ലഭ്യമാകുന്നത്? 1948 ഫാക്ടറി ആക്ട് അല്ലേ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓരോന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. എന്താണ് ഹോളിഡേ പേ, പെയ്ഡ് ഹോളിഡേയ്സ്, ഫാക്ടറി ആക്ട്, ആ ആക്ടിന്റെ ഇയർ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടു ഹോളിഡേയ്സ് ഈസ് deprived of in the same month. Some organization give 2 paid holidays in a week. ആഴ്ചയിൽ 2 ദിവസം പേയ്മെന്റോട് കൂടിയിട്ടുള്ള ഹോളിഡേ അനുവദിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അല്ലെ. മിക്കവാറും സ്ഥാപനങ്ങളിലൊക്കെ ഒരു ലീവ് ആയിരിക്കും അല്ലെ സാധാരണ ഉള്ള അല്ലെ. സൺഡേ ഹോളിഡേ ആയിരിക്കും, അതിനപ്പുറം ചിലപ്പോൾ ഒരു ലീവിന്റെ ആയിരിക്കും ലഭ്യമാകുന്നത്. പക്ഷെ ചില ഓർഗനൈസേഷനിലൊക്കെ ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് തേർഡ് നോക്കാം. ഷിഫ്റ്റ് പ്രീമിയം. എന്താണ് ഷിഫ്റ്റ് പ്രീമിയം എന്ന് പറയുന്നത്? ഓർഗനൈസേഷൻസ് വർക്കിംഗ് ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഷിഫ്റ്റ് compensate by paying premium to the workers who have worked for the odd hours shift. അല്ലെ, ഒറ്റ മണിക്കൂറിൽ അവര് ചിലപ്പോ ഈ പറഞ്ഞ ഷിഫ്റ്റുകളൊക്കെ സെക്കൻഡ് തേർഡ് ഷിഫ്റ്റിന്റെ ഒക്കെ ആ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രകൃതമാണ്. സോ അവർക്കെല്ലാം നമുക്കറിയാം ഒരു നിശ്ചിത സാലറി അല്ലെ അവർക്ക് ലഭ്യമാകേണ്ടതാണ് അല്ലെ. ഓർഗനൈസേഷൻ വർക്കിംഗ് ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഷിഫ്റ്റ്സ് കോമ്പൻസേറ്റ് by paying a premium to the workers who have worked for the odd hours shift. ഓക്കെ, ഓരോ ഒറ്റപ്പെട്ട വർക്കുകളിൽ വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ ഷിഫ്റ്റിനനുസരിച്ചിട്ട് അവർക്ക് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള സാലറി അവർക്ക് കൊടുക്കേണ്ടതാണ്. ആ പ്രീമിയം എമൗണ്ട് അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഷിഫ്റ്റ് പ്രീമിയം ഓർത്തുവയ്ക്കുക. പെയ്ഡ് ഹോളിഡേയ്സ്, ദെൻ ഹോളിഡേ പേ. പെയ്ഡ് വൊക്കേഷൻ എന്താണ്? Workers who have worked for 240 days in a calendar year. ഒരു വർഷത്തിൽ 240 ദിവസമാണ് വർക്ക് ചെയ്യേണ്ടത്. എന്താ മിനിമം മാനുഫാക്ചർ ഹാൻഡ് എന്താണ് പ്ലാന്റേഷൻസ് സെക്ടർ ആർ entitled for paid vacation at the rate of 1 day for each 20 days worked in case of adult workers and at the rate of 1 day for every 15 days worked in case of minor. ഓക്കെ, നമുക്ക് അറിയാം ഇതില് പ്രധാനമായിട്ടും വരുന്നത് 20-40 ഡേയ്സെങ്കിലും ഒരു വർഷത്തിൽ വർക്ക് ചെയ്യേണ്ടതാണ്. അതാണ് അതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഒരു കലണ്ടർ ഇയറിൽ എത്ര ദിവസമെങ്കിലും വർക്ക് ചെയ്യേണ്ടതാണ്? എത്ര ദിവസമെങ്കിലും വർക്ക് ചെയ്യണമെന്നാ പറയുന്നത്? ഞാനിങ്ങനെ ഉച്ചയ്ക്ക് തിയറി ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇങ്ങനെ അല്ലെ സാധാരണ രീതിയിൽ സൈലന്റ് ആയിട്ട് കേട്ടു പോകും. അപ്പൊ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചു പോവാം. എനിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് പഠിപ്പിക്കുമ്പോൾ ഒരു ഉത്സാഹമായിരിക്കും. ഓക്കെ, അപ്പൊ എത്ര ദിവസമാണ് ഒരു കലണ്ടർ ഇയറിൽ വർക്ക് ചെയ്യണമെന്ന് പറയുന്നത്? പറഞ്ഞിട്ടില്ലേ ഇവിടെ? പറഞ്ഞല്ലോ. അതൊക്കെ ചോദ്യം ചോദിക്കാവുന്ന ചോദ്യമാണോ? 240 days. വീണ്ടും പറയുന്നുണ്ട് രണ്ടാം തോട്ടം മേഖലകളിലൊക്കെ അല്ലെ 240 വർക്ക് ചെയ്യണമെന്നുണ്ട്. ദെൻ ജോലിയുടെ ഇടയിലുള്ള തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം മുതിർന്ന തൊഴിലാളികൾക്കാണ് എങ്കിൽ
ഓരോ വർഷം 20 days അല്ലെ ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ പെയ്ഡ് വെക്കേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 1 day for every 20 days. ഓരോ 20 ദിവസം കൂടുമ്പോഴും ഒരു ദിവസം. Okay, in the case of adult workers, and at the rate of 1 day for every 15 days worked in case of minors. Okay, minors ആണെങ്കിൽ എന്താണ് every 15 ദിവസം കൂടുമ്പോഴും ഒരു ഡേ അല്ലെ every ഒരു ഡേ ആണ് അവർക്ക് ഹോളിഡേ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് തോട്ടം തൊഴിലാളികളില് അല്ലെ തോട്ടം തൊഴിലാളികളുടെ ഒക്കെ കാര്യത്തില് പ്രത്യേകതയുണ്ട്. നമുക്കറിയാം അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ 20 ഡേയ്സില് ഒരു ദിവസമാണ് അവർക്ക് ഹോളിഡേ വരുന്നത്. 15 ഡേയ്സ് വർക്ക് ചെയ്യുമ്പോൾ അതിനിടയിൽ അല്ലെ ഒരു ഹോളിഡേയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക 3 എന്താണ് അവിടെ ഡേറ്റ്സിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് വർക്കേഴ്സ് വർക്കഡ് ഫോർ 240 days in a calendar year. ഒരു കലണ്ടർ ഇയറിൽ 240 ദിവസം വർക്ക് ചെയ്യണമെന്നാണ്. Then in the mining, manufacturing and plantation sector are entitled for paid vacation at the rate of 1 day for every 20 days. എന്താണ് അതില് പ്രധാനമായിട്ട് തോട്ടം തൊഴിലാളികൾ മാനുഫാക്ചറിങ് ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാന്റേഷൻ തൊഴിലാളികളിലൊക്കെ ആണെങ്കിൽ മൈനിങ് പ്ലാന്റേഷൻ തൊഴിലാളികളൊക്കെ ആണെങ്കിൽ ഇവര് 20 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഹോളിഡേ വരുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അഡൽട്ട് വർക്കേഴ്സ് ആണെങ്കിലാണ്. Then and at the rate of 1 day for every 15 days work in case of minors. Okay, പ്രായപൂർത്തിയായവരാണ് എങ്കിൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും അവർക്ക് ഒരു ദിവസം വർക്ക് പെയ്ഡ് ഹോളിഡേസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. പെയ്ഡ് വെക്കേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ക്ലിയറല്ലേ? 3 ഡേറ്റുകളും ഓർത്ത് വെക്കാം. അത് അഡൽട്ട് വർക്കേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് മൈനിങ് മാനുഫാക്ചറിംഗ് പ്ലാന്റേഷൻ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 20 ദിവസം കൂടുമ്പോഴും ഒരു ദിവസമാണ് പെയ്ഡ് വെക്കേഷൻ ആവുന്നതെങ്കിൽ മൈനേഴ്സിനാണെങ്കിൽ 15 ഡേയ്സ് കൂടുമ്പോഴാണ് ഒരു ദിവസം പെയ്ഡ് വെക്കേഷൻ ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ് എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുക, അതായത് അവർക്ക് അല്ലെ അർഹമായ ഫ്രീ ടൈമിലും അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് കൊടുക്കുന്നതാണ്. ഹോളിഡേ പേ പറയുന്നുണ്ട്, പെയ്ഡ് ഹോളിഡേസ് ഉണ്ട്, ഷിഫ്റ്റ് പ്രീമിയം ഉണ്ട്, പെയ്ഡ് വെക്കേഷൻ. അപ്പൊ ഇത്തരത്തിലാണ് ആ ഒരു ഹോളിഡേസിനെ എടുത്തിരിക്കുന്നത്. ദെൻ എന്താണ് ഹോളിഡേ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. വർക്കേഴ്സ് who have worked on paid holidays are paid double the rate of normal salary. അല്ലെ പെയ്ഡ് ഹോളിഡേസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഡബിൾ സാലറി, അതായത് ഏതാണോ വേതനം ആ വേതനത്തിന്റെ ഇരട്ടിയായിട്ട് അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. 1948 ഫാക്ടറീസ് ആക്ട് പ്രകാരം നമുക്കറിയാം ചില ഇതുകൾ പറയുന്നുണ്ട് അല്ലെ. അവിടെ എന്താണ് വീക്കിലി ഡിപ്രൈവ്ഡ് ഓഫ് വീക്കിലി ഹോളിഡേസ് is eligible for the number of days equal to the number of holidays is deprived of in the same month. അത് 2 പെയ്ഡ് ഹോളിഡേസ് എങ്കിലും ഒരു വീക്കിൽ വരുന്ന മിക്കവാറും സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളത് ഇത് പറയുന്നുണ്ട്. പ്രോബബ്ലി ആണ് മിക്കവാറും സ്ഥാപനങ്ങളിൽ അല്ലെ വീക്കിലി സൺഡേ ഹോളിഡേസ് തന്നെയായിട്ടാണ് പോകുന്നത്. അത് എന്താണ് നമുക്കറിയാം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന ആനുകൂല്യം തന്നെയാണ്. ഷിഫ്റ്റ് പ്രീമിയം എന്ന് പറയുമ്പോൾ എന്താണ് ഓഡ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ. അവിടെ എന്താണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഷിഫ്റ്റ് വർക്കുകളൊക്കെ ഒറ്റ അവേഴ്സിനുള്ളിൽ ചെയ്ത് തിരിക്കുന്നുണ്ട് എന്നത് ഷിഫ്റ്റ് പ്രീമിയം എന്ന കൺസിഡറേഷനിലാണ് പേയ്മെന്റ് ലഭ്യമാണ്. പെയ്ഡ് വെക്കേഷനിലും നമ്മൾ പറഞ്ഞു 240 days ആണ് ഓരോ കലണ്ടർ ഇയറും. പ്ലാന്റ് മൈനിങ് അല്ലെ മാനുഫാക്ചറിങ് ആൻഡ് പ്ലാന്റേഷൻ സെക്ടറിലൊക്കെ ആ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പെയ്ഡ് വെക്കേഷൻ എന്ന് പറയുന്നത് 1 day for every 20 days in case of adult workers. അതേപോലെ തന്നെ മൈനേഴ്സ് ആണ് എങ്കിൽ ഓരോ 15 days കൂടുമ്പോഴാണ് അവർക്ക് ഹോളിഡേ ഒരു ഡേ ഹോളിഡേ ആയിട്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എംപ്ലോയി സെക്യൂരിറ്റി കാര്യങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത്. ഓക്കെ, കുറച്ച് നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തിട്ടില്ലേ? ബേസിക്കുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അവിടെ നിന്ന് മിക്കപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ
കാണാറുണ്ട്. എന്താണ് നോട്ട് വർക്കിംഗ് ഡേ വരുന്നത് അല്ലെ, നോട്ട് വർക്ക് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്കിംഗ് ഡേ വരുന്നത് ഒന്ന് ഓർത്തിരിക്കുക. ഹോളിഡേ പേയും പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, പെയ്ഡ് വെക്കേഷൻ. എന്താണ് ഹോളിഡേ പേ എന്ന് ചോദിച്ച് കാണാറുണ്ട്. ഫാക്ടറീസ് ആക്ടിന്റെ ഇയർ ചോദിച്ച് കാണാറുണ്ട്. സോ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതേമാതിരി തന്നെ 240 ഡേയ്സ് കലണ്ടർ ഇയർ അല്ലെ, അത് വർക്കിംഗ് ഡേയ്സ് ആണെന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതിന്റെ ഓരോ ഭാഗം എടുത്ത് നോക്കാം. കുറേശ്ശെ അല്ലെ, ഓരോ സെക്ഷൻ ആയിട്ട് പോവാം. എംപ്ലോയി സെക്യൂരിറ്റി പുതുതായിട്ട് പറയുന്നത് എംപ്ലോയിയുടെ സുരക്ഷാ കാര്യങ്ങളാണ്. A feeling of any type of insecurity, disturb the peace of mind and the satisfaction of any individual. ഓക്കെ, നമുക്കറിയാം എപ്പോഴും ഒരു സുരക്ഷിതത്വം ഇല്ല എങ്കിൽ എപ്പോഴും എന്താണ് ഏതൊരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചും ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, സംതൃപ്തിയോട് കൂടിയിട്ട് ജോലിയെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. It is therefore in the interest of any organization to ensure security for its employees and their family, both the physical and job security. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും അവിടെ ജോലി സുരക്ഷാ കാര്യം എന്ന് പറയുന്നത് അല്ലെ, അവിടെ ഏതൊരു ഫാമിലിക്കാണെങ്കിലും ഏതൊരു എംപ്ലോയിക്കാണെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു നല്ലൊരു അല്ലെ സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. അതായത് ജോലി നമുക്കുള്ള ജോലി എങ്ങാനും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു ബുദ്ധിമുട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യം നമുക്ക് ഓർത്ത് നോക്കാം അല്ലെ, മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ജോലി സുരക്ഷ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മാറ്ററാണ്. Fringe benefit provided to an employee with a confirmed job title, a feeling of job security in an employee. ഏതൊരു തൊഴിലാളിക്കും ജോലി സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ് ഫ്രിഞ്ച് ബെനിഫിറ്റിലൂടെ ലഭ്യമാകുന്നത്. എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റിൽ അങ്ങനെ ജോലി സുരക്ഷ കാര്യം പറയുന്നത് നോക്കാം. നമുക്ക് താഴേക്കൊക്കെ പറയുന്നുണ്ട് അതിന്റെ ആക്ടുകളും കാര്യങ്ങളും. ഓൾസോ കൺഫേംഡ് ജോബ് മീൻസ് ദ എംപ്ലോയി ഹാസ് എ ലോങ് ടേം സോഴ്സ് എന്താണ് ഇൻകം വിച്ച് ഗീവ് എ ഫീലിംഗ് ഓഫ് സെക്യൂർഡ് ലൈഫ്. ഓക്കെ, അപ്പൊ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്താണ്, അവിടെ ഒരു ജോബ് ട്രൈക്കർ ഫീലിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നല്ലൊരു സുരക്ഷാ കാര്യഘട്ടമാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിലൂടെ അവർക്ക് ലഭ്യമാകുന്നത്. അതായത് ഒരു ലോങ് ടേം സോഴ്സ് ഓഫ് ഇൻകം അല്ലെ, നമുക്ക് ഇടക്കാലം വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ട് പോകില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ ലഭ്യമാകുന്നുണ്ട്. എങ്ങനെയാ അത് ലഭ്യമാകുന്നത് നമുക്കറിയാം. എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ അവിടെ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഏതെങ്കിലും തരത്തില് നമുക്കറിയാം സീസണൽ ആയിട്ടുള്ള ഒരു ഫാക്ടറി ഏതെങ്കിലും ഒരു മാനുഫാക്ചറിംഗോ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് റെയിനി സീസണിലൊക്കെ ആണെങ്കിൽ കൂടെ നിർമ്മാണം, ബോട്ട് നിർമ്മാണം അല്ലെ, അതിന് സെപ്പറേറ്റ് സീസണൽ ആയിട്ടുള്ള ടൈമിലൊക്കെ ചില ജോലികൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. ദെൻ ആ സീസൺ കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. സോ അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ നമുക്ക് പ്രധാനമായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ടൈമുകളിൽ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പിന്നെ വീണ്ടും ആ ഒരു അല്ലെ ഒരു സീസണിലായിട്ടുള്ള ഒരു ടൈം വേണം നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു മാർഗം കണ്ടെത്താൻ. സോ അങ്ങനെയുള്ള ആ ഒരു ടൈമില് ഒരു ടൈം ഡ്യൂറേഷനിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ജോലി സുരക്ഷ അല്ലെങ്കിൽ ആ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബെനഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ഓക്കെ, നോക്കാം. അതുമായി ബന്ധപ്പെട്ട് there are provision in India laws, ഇന്ത്യയിലെ കുറെ നിയമത്തിന്റെ അടിസ്ഥാനത്തില് which provide income security to employees, such as the payment of Wages Act 1936, Minimum Wages Act 1948, and the payment of Bonds Act 1965. കുറെ ആക്ടുകളും നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. കേസ് സീസണലായിട്ടുള്ള ഒരു ടൈമിലൊക്കെ ജോലി നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഉപജീവനത്തിനുള്ള ഒരു മാർഗം ലഭ്യമാക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും കോമ്പൻസേഷൻ അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അതെല്ലാം നമുക്കറിയാം പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് അല്ലെങ്കിൽ മിനിമം വേജസ് ആക്ട് അല്ലെങ്കിൽ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, അങ്ങനെയുള്ള ആക്ടിന്റെ കീഴിലാണ് അതൊക്കെ രൂപീകരിച്ചിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ജോലി സുരക്ഷ അവിടെയുള്ള എംപ്ലോയിക്ക് ലഭ്യമാകുകയാണ്. ദെൻ എന്താണ് ഇതിലെ പ്രധാനമായിട്ടും നമുക്കറിയാം ഓരോ കാര്യങ്ങൾ അല്ലെ, മിനിമം വേജസ് എങ്കിലും മസ്റ്റായിട്ട് മിനിമം എങ്കിലും അവർക്ക് വേജസ് കൊടുക്കണം അല്ലെ. അങ്ങനെയൊക്കെയുള്ള കുറെ ആക്ടിന്റെ കീഴിലുള്ള നിയമങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എംപ്ലോയീസിന് കരുത്തേൽക്കുന്നത്. ഇൻ കേസ് അതേമാതിരി തന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ഉണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടേതായിട്ടുള്ള അതേ വ്യവസായ സ്ഥാപനം മറ്റൊരു സ്ഥലത്തും അല്ലെ അവിടെ ഒരു കോമ്പറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ തുടങ്ങി കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും അത് ഫിക്സിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. വ്യവസായ തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു ആക്ട് ഉണ്ട്. ആക്ടിന്റെ കീഴിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇത്തരം നിയമങ്ങളൊക്കെ എംപ്ലോയി സെക്യൂരിറ്റിയുടെ അണ്ടറിലാണ് വരുന്നത്. They provide for the payment of compensation in case of a layoff and a retrenchment as follows. ഇത്തരത്തിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കോമ്പൻസേഷനുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? കോമ്പൻസേഷൻ ഇൻ ദ കേസ് ഓഫ് എ ലേഓഫ്. സെക്കൻഡ് വൺ വരുന്നതാണ് റിട്രെഞ്ച്മെന്റ് ബെനിഫിറ്റ്. ഓക്കെ, ഇപ്പൊ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഇതുവരെയും വായിച്ചു നോക്കാം. ഇയേഴ്സ് ഒക്കെ നോട്ട് ചെയ്യാം. അതെല്ലാം ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ലേഓഫ് കോമ്പൻസേഷനിലേക്ക് കിടക്കാം. കേളെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആക്ടിന്റെ കീഴിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് മസ്റ്റ് ആയിട്ട് അതൊന്നും ഡീറ്റെയിൽ അല്ലെ, ജസ്റ്റ് അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പഠിക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. ഇയേഴ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, എന്തായാലും ഈ ആക്ട് എന്നൊക്കെ പറയുമ്പോൾ ആക്ടിന്റെ കീഴിൽ അത്യാവശ്യം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. ഓക്കെ, നമുക്ക് ഇതില് നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ലേ ഓഫ് കോമ്പൻസേഷനും റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനുമാണ്. അല്ലെ, എന്താണ് ലേ ഓഫ് കോമ്പൻസേഷൻ എന്ന് നോക്കാം. There are instances when management is forced by a circumstance to lay off employee. ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയിനെ ഒഴിവാക്കേണ്ടതായിട്ട് വരാം. അല്ലെ, അവരുടെ തൊഴിലെടുപ്പിൽ നിന്ന് ചിലപ്പോൾ പറഞ്ഞേക്കേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ ഇൻ കേസ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അല്ലെ, തൊഴിലുടമയ്ക്ക് ഒരു 4 എംപ്ലോയിനെ നിർത്തിയിട്ട് അവിടെ അല്ലെ അവിടെ ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് തോന്നുന്നില്ല. 3 പേരുണ്ടെങ്കിലും അവർക്ക് ബിസിനസ് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകാൻ സാധിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരാളെ പറഞ്ഞു വിടാനായിട്ട് അവർ ശ്രമിക്കും. അല്ലെ, എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ പറഞ്ഞ സീസണൽ ആയിട്ടുള്ള ടൈമുകളിലാണെങ്കിലും അവർക്ക് എന്താണ് കുറച്ച് നാളത്തേക്ക് അവിടെ ജോലി ചെയ്യാനായിട്ടുള്ള അവസരങ്ങളില്ല. ആ ഒരു സീസൺ ആവുമ്പോൾ മാത്രമാണ് ജീവനക്കാരെ ആവശ്യം. പക്ഷെ ആ ടൈമിലും ഇവരെ ഒഴിവാക്കാനായിട്ടുള്ള സാധ്യത. പക്ഷെ അങ്ങനെയുള്ള ടൈമുകളിലെല്ലാം ഇവരെ ഒഴിവാക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ജോലി സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരു കോമ്പൻസേഷൻ അവർക്ക് ലഭ്യമാക്കിയിട്ട് വേണം ഇവരെ പറഞ്ഞു വിടാനായിട്ട്. കാരണം അത്രയും ഗ്യാപ്പുള്ള ടൈമുകളിൽ അവർക്ക് ജീവിച്ചു മുന്നോട്ട് പോകണം. അല്ലെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കോമ്പൻസേഷനുകളാണ് ഇവിടെ പറയുന്നത്. നോക്കുക, ഇൻസ്റ്റൻസ് ഓഫ് ലേ ഓഫ് എംപ്ലോയീസ് ആർ എൻടൈറ്റിൽഡ് ടു എ layoff compensation at the rate of 50% of the total basic wages and TNS allowance for the period of their layoff, excluding the number of weekly holidays in that period. Payment of layoff compensation is usually paid up to 45 days in a year.
അതായത് ഒരു വർഷത്തിൽ 45 ദിവസം വരേക്കും എങ്കിലും അവർക്ക് എന്താണ് അവരുടെ ആ സാലറിയുടെ ബേസിക് സാലറിയുടെ അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസോടുകൂടിയ ബേസിക് സാലറിയുടെ ഒരു 50% എങ്കിലും അവർക്ക് കോമ്പൻസേഷൻ ആയിട്ട് ലഭ്യമാക്കണം എന്നുള്ളതാണ്. അല്ലെ, അവിടെ ഇൻ കേസ് നമുക്കറിയാം ചിലവര് അധികം നാള് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അല്ലെ, ചിലപ്പോൾ അവർക്ക് കൗണ്ടബിൾ ആയിട്ട് ഡേയ്സ് കുറയണമെന്നുണ്ടാവാം. സോ അവരെ അതെല്ലാം നമുക്ക് വെട്ടിക്കഴിച്ചിട്ടൊക്കെ ആയിരിക്കും അത് കൊടുക്കുന്നത്. പക്ഷെ മാക്സിമം മനസ്സിലാക്കുക, മാക്സിമം അവിടെ യൂഷ്വലി പെയ്ഡ് അപ് ടു 45 ഡേയ്സ് വരെ അവർക്ക് 1 ഇയറിൽ ഈ ഒരു കോമ്പൻസേഷന് അർഹതയുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ അവരുടെ ബേസിക് സാലറിയുടെ 50% ആണ് അവർക്ക് കോമ്പൻസേഷൻ ആയിട്ട് ലഭ്യമാകുന്നത്. മാക്സിമം 45 ഡേയ്സ് വരെയുമുള്ള എമൗണ്ടിന്റെ അല്ലെ കോമ്പൻസേഷൻ ആ 45 ഡേയ്സ് വരെയുള്ള സാലറിയുടെ ബേസിൽ അവർക്ക് ഈ കോമ്പൻസേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കണം. വീണ്ടും റിട്രീച്ച്മെന്റ് കോമ്പൻസേഷൻ ആണെങ്കിലും നോക്കാം, ഇറ്റ് ഈസ് മാൻഡേറ്ററി, അതായത് നിയമപരമായിട്ട് അവർക്ക് മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. ഫോർ നോൺ സീസണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് എംപ്ലോയിങ് 50 or more വർക്കേഴ്സ് ടു ഗിവ് 1 month നോട്ടീസ് or 1 month wages to all the workers who are retrenched after 1 year of a continuous service. ഓക്കെ, ഒരു വർഷമെങ്കിലും ആ തൊഴിലുടമയുടെ കീഴിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വരുന്ന ആ ടൈമുകളിലൊക്കെ എന്താണ് 1 month സാലറിയിൽ അല്ലെ, തീർച്ചയായിട്ടും എന്താണ് ഇവിടെ പറയുന്നത്, നോൺ സീസണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയിങ് 50 or more വർക്കേഴ്സ്, അതായത് 50 അതിൽ കൂടുതലോ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സ്ഥാപനത്തിൽ. ദെൻ അവിടെ വീണ്ടും പറയുന്നുണ്ട് ആ സ്ഥാപനത്തിന് നമ്മൾ പ്രത്യേകമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കുന്നുണ്ട്. അതായത് 50 അതിൽ കൂടുതലോ വർക്കേഴ്സ് ഉള്ള സ്ഥാപനമാണ്. ദെൻ അവർക്ക് ഇങ്ങനെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ലഭ്യമാകുന്നത് എങ്ങനെയാണ്, 1 month wages to all the workers who are retrenched after 1 year of a continuous year. ഒരു വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരുടെ 1 month സാലറിയാണ് അവർക്ക് എന്താണ് കോമ്പൻസേഷൻ ആയിട്ട് ലഭ്യമാകുന്നത്. This compensation is paid at the rate of 15 days of wages for every completed year of service. ഓക്കെ, ഓരോ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഇയറിലും 15 ദിവസത്തെ സാലറി അനുസരിച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. നമുക്ക് നോക്കാം, 2-3 വർഷമൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും എന്താണ് അവർക്ക് എന്താണ് ഒരു മാസത്തിലേക്ക് അല്ലെ, ഒരു മാസത്തിന്റെ കൗണ്ടബിളിലാണ് അവർക്ക് ലഭ്യമാകുന്നത്. ഓരോ വർഷത്തിലും 15 ഡേയ്സിന്റെ വേജസ് ആണ് അവർക്ക് എടുക്കുന്നത്. മാക്സിമം ഓഫ് 45 ഡേയ്സ് വേജസ് ഇൻ എ ഇയർ, ഒരു വർഷത്തില് 45 ദിവസമാണ് മാക്സിമം എടുക്കാനായിട്ട് സാധിക്കുക. Then workers are entitled for compensation even in case of a closing down of the organization. In case of organization closed down ആയി പോവുകയാണെങ്കിൽ കൂടി അല്ലെ, നമ്മള് കൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അല്ലെ, ചില ഓർഗനൈസേഷനൊക്കെ നഷ്ടത്തിലൊക്കെ ആവുമ്പോൾ കൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവാം. അങ്ങനെ കൂട്ടിപ്പോകുന്ന സാഹചര്യം ആണെങ്കിലും അവിടെയുള്ള തൊഴിലാളികളെ തിരിച്ചുവിടുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരം കൂടി കൊടുത്തിട്ട് വേണം പറഞ്ഞയക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് 50-50 കൂടുതലോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രി കൂട്ടിപ്പോകുകയോ അല്ലെങ്കിൽ തൊഴിലാളികളെയോ പിരിച്ചുവിടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ എത്ര നാളാണോ ആ ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്തത് അത്രയും നാളിന്റെ ഒരു പ്രത്യേക കാറ്റഗറി അനുസരിച്ചിട്ട് അല്ലെ, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ 15 ഡേയ്സും ഓരോ ഇയറിൽ 15 ഡേയ്സുകളിലെ സാലറി എടുത്തിട്ട് അവർക്ക് കൊടുക്കുക. മാക്സിമം 45 ഡേയ്സിന്റെ സാലറിയാണ് അവർക്ക് 1 ഇയറിൽ കൊടുക്കാനായിട്ട് പാടുള്ളത്. ഓക്കെ ഓക്കെ അല്ലേ, ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ, ഇയറുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. മാക്സിമം
എത്ര ഡേയ്സ് വരെയുള്ള സാലറിയാണ് അല്ലെ അവിടെ വേജസ് ആണ് ഒരു പെയർ ഇയറിൽ കിട്ടുക എന്നൊക്കെയുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഒരു 45 ഡേയ്സ് അല്ലെ വരെയുള്ള വേജസ് ആണ് അവർക്ക് ലഭ്യമാകുന്നത്. ഒരു വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യണമെന്ന് അവിടെ പറയുന്നുണ്ട്. 15 or more വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് റിട്ടയർമെന്റ് കോമ്പൻസേഷൻ അല്ലെ ഉണ്ടാവുക. അങ്ങനെയുള്ള കോമ്പൻസേഷൻ അർഹതപ്പെടുന്നുള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. ആ ഒരു സെക്യൂരിറ്റി രീതിയിലുള്ള എംപ്ലോയി സെക്യൂരിറ്റി രീതിയിലുള്ള കോമ്പൻസേഷൻ വരുമ്പോൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. 2 തരത്തിലുള്ള കോമ്പൻസേഷൻ ആണ്. ഒന്ന് ലേ ഓഫ് കോമ്പൻസേഷനും മറ്റൊന്ന് റിട്ടയർമെന്റ് കോമ്പൻസേഷൻ. രണ്ടും എന്താണ് എംപ്ലോയിയെ പിരിച്ചുവിടുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ജോലി സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഇവിടെയുള്ള ഇയേഴ്സ് അതാണ് പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് അല്ലെ. മിക്കപ്പോഴും ഏതെങ്കിലും ഒരു ഇയർ ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. സോ അതൊന്ന് ഓർത്ത് വെക്കുക. നമുക്കറിയാം ഇതെല്ലാം തന്നെ എംപ്ലോയീസിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ് അല്ലെ. അവിടെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ആണെങ്കിൽ അവർക്ക് വേജസ് കൊടുക്കണമെന്ന് തൊഴിൽ ചെയ്താൽ വേജസ് കൊടുക്കണമെന്നുള്ളത് കാര്യം തന്നെയാണ്. അതേമാതിരി തന്നെ മിനിമം വേജസ് എങ്കിലും അവർക്ക് ലഭ്യമാകണമെന്നുള്ള കാര്യമാണ് 1948 ആക്ടിൽ പാസ്സാക്കുന്നത്. ബോണസ് അല്ലെ ഇത്രയും അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബോണസിനത് അർഹതപ്പെട്ടതാണെന്നൊക്കെയുള്ള കാര്യം ഏതെങ്കിലും ടൈമിലൊക്കെ ഇത് കവർ ചെയ്ത് പോകും. ആ സമയങ്ങളിൽ ഡീപ്പായിട്ട് തന്നെ എല്ലാവരും എടുത്തു പോകും. ഓക്കെ. അതേമാതിരി തന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 വ്യവസായ തർക്കങ്ങളൊക്കെ വന്നാൽ ഏത് രീതിയിലാണ് പരിഹരിക്കേണ്ടത്, ആ ആക്ടിന്റെ കീഴിൽ എന്താണ് പറയുന്നത്, ആ നിയമം അനുസരിച്ചാണ് അതൊക്കെ പരിഹരിക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ാണോ എവിടെയെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, വായിച്ചിട്ട് വരിക. നെക്സ്റ്റ് ടൈമിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.